അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. ഭരണാധികാരികളെ, ജനപ്രമാണികളെ, ഒരു രോഗിക്ക് ഞങ്ങൾ ചെയ്ത ഒരു സൽപ്രവൃത്തിയെക്കുറിച്ചാണ്, എന്തു മാർഗങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ ആ മനുഷ്യനെ സുഖപ്പെടുത്തി എന്നതിനെക്കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് വിചാരണ ചെയ്യപ്പെടുന്നതെങ്കിൽ നിങ്ങളും ഇസ്രായേൽ ജനം മുഴുവനും ഇതറിഞ്ഞിരിക്കട്ടെ. നിങ്ങൾ കുരിശിൽ തറച്ചു കൊല്ലുകയും മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർപ്പിക്കുകയും ചെയ്ത നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് ഈ മനുഷ്യൻ സുഖം പ്രാപിച്ച് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. വീടുപണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ആ കല്ലാണ് യേശു. മറ്റാരിലും രക്ഷയില്ല. ഓർമ്മിക്കുക, അമാനുഷികമായവ മാനുഷികമാക്കിയ വിശുദ്ധ ഡോൺ ബോസ്കോയുടെ ഓർമ്മ ദിനമാണിന്ന്. 1815 ഓഗസ്റ്റ് 16-ാം തീയതി ഇറ്റലിയിലെ ട്യൂറിനിൽ ഒരു ദരിദ്ര കുടുംബത്തിൽ ഫ്രാൻസിസ് ബോസ്കോ മാർഗരറ്റ് ദമ്പതികളുടെ മകനായി ജോൺ ജനിച്ചു. വിശുദ്ധ ജോൺ ബോസ്കോ ഡോൺ ബോസ്കോ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ജോണിന്റെ ചെറുപ്പത്തിൽ തന്നെ പിതാവ് നഷ്ടപ്പെട്ടിരുന്നു. അമ്മയാണ് മകനെ ദൈവഭയത്തിൽ വളർത്തിക്കൊണ്ടുവന്നത്. 9 വയസ്സുള്ളപ്പോൾ ജോൺ ഒരു സ്വപ്നം കണ്ടു. തന്റെ ചുറ്റും നിരവധി കുട്ടികൾ നിൽക്കുന്നതും അവരെ നന്മ തിന്മ പഠിപ്പിക്കാൻ ഒരു ദിവ്യപുരുഷൻ ആവശ്യപ്പെടുന്നതും സൗന്ദര്യവതിയായ ഒരു വനിത എല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും. 1841 ജൂൺ 5-ാം തീയതി ജോൺ വൈദികനായി. കുട്ടികൾക്കായി ഒരു ഭവനം അമ്മയുടെ സഹായത്താൽ സ്ഥാപിച്ചു. കുട്ടികളുടെ ആധ്യാത്മിക വളർച്ചയ്ക്ക് ഏറെ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. 1854 ജനുവരി 26-ാം തീയതി ഫാദർ ജോൺ സലേഷ്യൻ സഭ സ്ഥാപിച്ചു. 1870 മെയ് 16-ാം തീയതി പെന്തക്കുസ്ത തിരുനാൾ ദിനം വൈകുന്നേരം 5 മണിക്ക് മാതാവിന്റെ നാമത്തിൽ ടൂറിനിൽ വിശുദ്ധ ഡോൺ ബോസ്കോ നിർമ്മിച്ച ദേവാലയത്തിൽ ധാരാളം കുട്ടികൾ മുട്ടിന്മേൽ നിന്ന് കുമ്പസാരത്തിനായി പ്രാർത്ഥിച്ചൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയം 12 വയസ്സ് പ്രായം തോന്നിക്കുന്ന അന്ധയായ മരിയ എന്ന പെൺകുട്ടി ദേവാലയത്തിലെത്തി. വിശുദ്ധ ഡോൺ ബോസ്കോ എത്തിയപ്പോൾ പെൺകുട്ടിയുടെ വിവരങ്ങൾ അന്വേഷിക്കുകയും അവൾ നേത്രരോഗത്താൽ കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുകയും വൈദ്യശാസ്ത്രത്തിന് ഒന്നും ചെയ്യാൻ നിർവാഹമില്ല എന്നും പറഞ്ഞു. പരിശുദ്ധ മറിയത്തിന്റെ മാധ്യസ്ഥ ശക്തിയിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞ് വിശുദ്ധൻ ആശീർവദിച്ചു. മാതാവിന്റെ ഒരു കാശുരൂപം കൈകളിൽ ഉയർത്തിപ്പിടിച്ച് ഇതെന്താണെന്ന് പറയുക എന്ന് മരിയയോട് ആവശ്യപ്പെട്ടു. എനിക്കു കാണാം എന്നവൾ വിളിച്ചു പറഞ്ഞു. അവൾക്ക് കാഴ്ചശക്തി വീണ്ടുകിട്ടി. 1888 ജനുവരി 31-ാം തീയതി രാവിലെ 4:45 72-ാം വയസ്സിൽ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. 1929 ജൂൺ 2-ാം തീയതി 11-ാം പിയൂസ് മാർപ്പാപ്പ ഡോൺ ബോസ്കോയെ വാഴ്ത്തപ്പെട്ട ഗണത്തിലേക്കും 1934 ഏപ്രിൽ 1-ാം തീയതി വിശുദ്ധ ഗണത്തിലേക്കും ഉയർത്തി. ഏറ്റവും വലിയ മരിയ ഭക്തനായിരുന്ന വിശുദ്ധ ഡോൺ ബോസ്കോ പറയുമായിരുന്നു, നിന്നാൽ കഴിവുള്ളത് മുഴുവനും ചെയ്യുക, ശേഷം ദൈവവും മാതാവും കൂടി ചെയ്തുകൊള്ളും. നമുക്ക് വിശുദ്ധന്റെ മാധ്യസ്ഥം വഴി മരിയഭക്തി വളർത്തിയെടുക്കുവാനും മറ്റുള്ളവർക്ക് മാതൃക കാട്ടിക്കൊടുക്കുവാനും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പുണ്യം കൊയ്തൊരു പുണ്യവാനേ ജോൺ ബോസ്കോ, യുവജനതയ്ക്കെന്നും വഴി കാട്ടിയ ധീരനായ വിശുദ്ധാത്മാ. പുണ്യം വിതച്ച പുണ്യം കൊയ്തൊരു പുണ്യവാനേ ജോൺ ബോസ്കോ, യുവജനതയ്ക്കെന്നും വഴി കാട്ടിയ ധീരനായ
വിതച്ചു പുണ്യം കൊയ്തൊരു പുണ്യവാനെ ജോൺ ബോസ്കോ. യുവജനതയ്ക്കെന്നും വഴി കാട്ടിയ ധീരനായ വിശുദ്ധാത്മാ.